സാനിയോ മുനമ്പി കൂടി ചേരുന്നുണ്ട്. LDF ക്യാമ്പിലെ നീക്കങ്ങൾ എന്താണ് എന്നുകൂടിയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. സാനിയോ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ നിർണായകമായ യോഗങ്ങൾ ഇന്നുണ്ട്. അതിലൊന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ഇന്ന് കൂടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുമോ സാനിയോ? ഡോക്ടർ അരുൺകുമാർ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ അറിയുന്നത്. സംസ്ഥാന സമിതിയും സെക്രട്ടേറിയറ്റും എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന സമിതിയിലെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെയും ഈ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള അംഗങ്ങൾ മാത്രം ചേരുന്ന യോഗമായിരിക്കും. അല്ലാതെ മുഴുവൻ അംഗങ്ങളും ഒരുമിച്ച് ചേരുന്നൊരു യോഗമായിരിക്കില്ല. ഏതായാലും ആ യോഗത്തിന് ശേഷം മണ്ഡലം കമ്മിറ്റി അടക്കം ചേരും. അതിനുശേഷമായിരിക്കും ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നുണ്ടാവുക. ഏതായാലും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയിലേക്ക് പോകുമോ, അല്ലെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്ന ഷബീർ, ഷെറോണ റോയും അല്ലെങ്കിൽ തോമസ് മാത്യു ഇവരുടെയൊക്കെ പേര് തന്നെയാണോ പരിഗണിക്കുക എന്ന കാര്യമാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും എം സ്വരാജ് മത്സരിക്കില്ല എന്ന കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോട് താല്പര്യമില്ല എന്ന് അദ്ദേഹം തന്നെ പാർട്ടിയെ അറിയിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മറ്റെല്ലാ ഒരുക്കങ്ങളും LDF പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഒരു സംസ്ഥാന സമിതി അംഗത്തിന് തന്നെ ചുമതല നൽകിക്കൊണ്ട് അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരിട്ട് അത് വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും നടക്കുക. ഓരോ പഞ്ചായത്തുകൾക്കും ഓരോ സംസ്ഥാന സമിതി അംഗങ്ങളുടെ ചുമതലയും കൊടുക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയൊക്കെ ചുമതലയും കൊടുക്കുക. ഏതായാലും ഈ ഒരു ജില്ലയുടെ ചുമതല എം സ്വരാജിനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യാവസാനം തെരഞ്ഞെടുപ്പിന് നിരീക്ഷിക്കുക എം സ്വരാജ് തന്നെയായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് 4 മണിയോടുകൂടി CPMന്റെ അല്ലെങ്കിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം P. ഷബീറാണോ, ഷെറോണ റോയി ആണോ, അതല്ല തോമസ് മാത്യു ആണോ, അതല്ല ഇനി 3 പേരുമല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ LDF പരിഗണിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അറിയാൻ സാധിക്കും. എന്തായാലും UDF സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു. ആര്യാടൻ ഷൗക്കത്ത് പ്രചരണം ആരംഭിക്കുകയാണ്.